Welcome to class number 32B of Mathematical Methods in Physics 1. Mathematical Methods 1 for MSc class, MSc and BSc also. And this is class number 32B, Eigenvalue of a matrix. Eigenvalue of a matrix. Today the topic from Mathematical Method is Eigenvalue of a matrix. അപ്പോൾ ഇത് MSc ക്ലാസ്സിൽ അല്ലെങ്കിൽ BScക്ക് ചോദിക്കാവുന്നതാണ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അതിൽ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ കാണുന്ന രീതിയാണ്. എന്താണ് മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ? അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നമ്പർ MM32B. ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ്. Eigen values are special numbers associated with the square matrices. They are important in many areas of mathematics, physics, and engineering such as stability analysis, vibrations, quantum mechanics, principal component analysis, PCA. മെട്രിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിയാണ്. അതിനകത്തൊരു ഐഗൻ വാല്യൂസ് ഉണ്ട്. മെട്രിക്സിന് ഐഗൻ വാല്യൂസ് ഉണ്ട്. അത് സ്ക്വയർ മെട്രിക്സിനാണ് നമ്മൾ സാധാരണ പറയുന്നത്. സ്ക്വയർ മെട്രിക്സിനാണ് ഐഗൻ വാല്യൂ പറയുന്നത്. അത് മാത്തമാറ്റിക്സിലും അതുപോലെ ഫിസിക്സിലും എൻജിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം മേഖലയിൽ എന്ന് ചോദിച്ചാൽ അത് സ്റ്റെബിലിറ്റി അനാലിസിസ്, വൈബ്രേഷൻസ്, ക്വാണ്ടം മെക്കാനിക്സ് അറിയാമല്ലോ, ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ടൊരു ബ്രാഞ്ചാണ്. പിന്നെ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്, PCA എന്ന് പറയുന്ന മേഖലയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. PCA എന്ന മേഖലയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റെബിലിറ്റി അനാലിസിസ്, വൈബ്രേഷൻസ്, ക്വാണ്ടം മെക്കാനിക്സ്, പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് എന്നിവയിൽ ഈ ഐഗൻ വാല്യൂ ഓഫ് മെട്രിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. വാട്ട് ആർ ദ കീ ഡെഫിനിഷൻസ്? അപ്പോൾ ഇത് നമ്മൾ ഐഗൻ വാല്യൂ പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന ടേംസ് ഉണ്ട്, നിർവചനങ്ങളുണ്ട്, ഡെഫിനിഷൻസ് ഉണ്ട്. നമ്പർ 1, സ്ക്വയർ മെട്രിക്സ്. ഇതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് ആദ്യം അറിയണം. എ മെട്രിക്സ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് rows and columns is called square matrix. Example, a 2x2 matrix or a 3x3 matrix. അപ്പോൾ റോയുടെ എണ്ണവും കോളങ്ങളുടെ എണ്ണവും തുല്യമായിട്ടുള്ളൊരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഐഗൻ വാല്യൂ ലാംഡ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐഗൻ വാല്യൂ ലാംഡ a scalar such that there exists a non-zero vector x where lambda x vector is a x vector is equal to lambda x vector. വെക്ടർ സൈൻ കൊടുക്കുക എക്സിൻ്റെ മുകളിൽ. അപ്പോൾ ഇങ്ങനെ ഈ എ എന്നുള്ള മെട്രിക്സ് ഒരു വെക്ടറിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ AX എന്ന് നമുക്ക് എഴുതാം. അന്നേരം അതിനൊരു വാല്യൂ കിട്ടും, ലാംഡ എക്സ്. ആ ലാംഡയെ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ. ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ ക്യാപിറ്റൽ എ സൈ ഈസ് ഈക്വൽ ടു സ്മോൾ എ സൈ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ഓപ്പറേറ്ററാണ്. ഇവിടെ ഒരു മെട്രിക്സാണ്, ക്യാപിറ്റൽ എ ഓപ്പറേറ്ററാണ്. അത് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ എ സൈ എന്ന് കിട്ടും. സ്മോൾ എ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ, സൈയെ വിളിക്കുന്ന പേരാണ് വേവ് ഫംഗ്ഷൻ, ഐഗൻ ഫംഗ്ഷൻ. അതേപോലെ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എക്സ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ലാംഡ എക്സ് വെക്ടർ എന്ന് കിട്ടും. ലാംഡയെ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ. ലാംഡയെ വിളിക്കുന്ന പേരാണ് ഐഗൻ വാല്യൂ. ഇനി അതിൻ്റെ ഒരു റെസ്പെക്റ്റീവ് ഇക്വേഷൻ ഉണ്ട്. ഫോർ എ നോൺ സീറോ സൊല്യൂഷൻ എക്സിൻ്റെ സീറോ ഒഴിച്ചുള്ള സൊല്യൂഷന്. ഫോർ എ നോൺ സീറോ സൊല്യൂഷൻ ഓഫ് എക്സ് ദ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി മെട്രിക്സ് ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇത് മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ മസ്റ്റ് ബി സിംഗുലർ. ഇതൊരു സിംഗുലാർ മെട്രിക്സ് ആകണം. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ വെൻ വി ടേക്ക് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് ഡിറ്റർമിനൻ്റ് മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെ എഴുതും. ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനെ ആ ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് സോൾവിങ് ഇറ്റ് ഗിവ്സ് ഐഗൻ വാല്യൂ.
അപ്പോൾ ഒരു മെട്രിക്സ് എ ഉണ്ടെങ്കിൽ നമ്മൾ ലാംഡ ഐ എ മൈനസ് ലാംഡ ഐ കണ്ടുപിടിക്കണം. ഐ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഒരു യൂണിറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ, ഇപ്പോൾ എ മൈനസ് ലാംഡ ഐ ഒരു മെട്രിക്സ് ആണ്, അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർസ് ഇക്വേഷൻ. അവിടെ സോൾവ് ചെയ്താൽ നമുക്ക് ചില വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ വിളിക്കുന്ന ഐഗൻ വാല്യൂസ്. ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. കൺസിഡർ എ 2x2 മെട്രിക്സ്, 2 റോയും 2 കോളവുമുള്ള ഒരു മെട്രിക്സ് വിചാരിക്കുക. എക്സാമ്പിൾ എ 2x2 മെട്രിക്സ്. ലെറ്റ് us take a matrix A is equal to 2 1 1 2. അത് ആ മെട്രിക്സ് ആണ്, ഡിറ്റർമിനൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ബ്രാക്കറ്റ് തന്നെ ഇടണം, ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. ആ വര അത് പിന്നെ മുകളിലും താഴെയും വളച്ച് ബ്രാക്കറ്റ് ആക്കണം. ലെറ്റ് us take a matrix A is equal to 2 1 1 2. കമ്പ്യൂട്ട് എ മൈനസ് ലാംഡ ഐ. ഇതിൽ നിന്ന് എ മൈനസ് ലാംഡ ഐ കാണാം. എ മൈനസ് ലാംഡ ഐ കണ്ടുപിടിക്കാനായിട്ട് ആ മെട്രിക്സിൻ്റെ ഡയഗണൽ ടേം ഉണ്ട്. ആ ഡയഗണൽ ടേമിൽ നിന്ന് ലാംഡ കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ മെട്രിക്സ് 2 മൈനസ് ലാംഡ 1 1 2 മൈനസ് ലാംഡ. അവിടെ ഇപ്പുറത്തും ആ ബ്രാക്കറ്റിൻ്റെ വരയിടണം, ലെഫ്റ്റിൽ ബ്രാക്കറ്റ് പോലെ ആക്കണം. അപ്പോൾ കിട്ടിയ പുതിയ ബ്രാക്കറ്റ് ദ ന്യൂ മെട്രിക്സ് ഒബ്റ്റൈൻഡ് ഈസ് മെട്രിക്സ് 2 മൈനസ് ലാംഡ 1 1 2 മൈനസ് ലാംഡ മെട്രിക്സ്. സെറ്റ് ദ ഡിറ്റർമിനൻ്റ് ടു 0. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡയഗണൽ ടൈം കുറച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 2 മൈനസ് ലാംഡ സ്ക്വയറും -1 എന്ന് വരും. സോ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് എ മൈനസ് ലാംഡ ഐ മെട്രിക്സ്, ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ മെട്രിക്സ് ഈസ് 2 മൈനസ് ലാംഡ സ്ക്വയർ. കാരണം when we multiply the diagonal elements, we get 2 minus lambda into 2 minus lambda, which is 2 minus lambda square minus 1 into 1. So, determine a minus lambda I is equal to 2 minus lambda square minus 1. This can be equated to 0 to obtain eigenvalue lambda. അപ്പോൾ അത് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യും, eigenvalue lambda കിട്ടാനായിട്ട്. അപ്പോൾ അത് 0 ആണ്, ഈക്വൽ ടു 0 എന്ന് എഴുതാം നമുക്ക്. റൈസൽ ഈക്വൽ ടു 0. അതിനർത്ഥം 2 മൈനസ് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ആ -1 റൈസിൽ കൊണ്ടുവരുമ്പോൾ ഇതാ മുകളിൽ കാണുന്ന ടോപ്പിൽ കാണുന്ന സ്റ്റെപ്പിൽ, ഈ സ്റ്റെപ്പിൽ 2 മൈനസ് ലാംഡ സ്ക്വയർ -1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈക്വൽ ടു 0. അങ്ങനെയാകുമ്പോൾ then we get 2 minus lambda square is equal to 1, which gives 2 minus lambda is equal to 1. 2 minus lambda is equal to പ്ലസ് ഓർ -1. അതായത് 1ൻ്റെ റൂട്ട് കാണുമ്പോൾ 2 മൈനസ് ലാംഡ സ്ക്വയർ 1 ആണ്. സോ വെൻ വി ടേക്ക് റൂട്ട് 2 മൈനസ് ലാംഡ ഈസ് പ്ലസ് ഓർ -1. ദ മീനിങ് ഈസ് 2 minus lambda is equal to 2 plus 1 or 2 minus 1. So lambda has two values, 1 or lambda is 2. Lambda is equal to 1 or lambda is equal to 2. അവിടെ സൊല്യൂഷൻ നോക്കിക്കുക. നമുക്ക് കിട്ടുന്നത് 2 മൈനസ് ലാംഡ റൈറ്റ് സൈഡിൽ അവിടെ എഴുതിയിട്ടില്ല, ഒന്ന് എഴുതിക്കോണേ. ദാറ്റ് ഈസ് 2 മൈനസ് ലാംഡ. ആരെ നോക്കുക, 2 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ -1. റൂട്ട് ഓഫ് 1 ഈസ് പ്ലസ് ഓർ -1. സോ 2 മൈനസ് ലാംഡ ഈസ് +1 and 2 minus lambda is -1. The meaning is lambda is equal to 1 or lambda is equal to 3 ആണ്. 3 ആണ്, 2 അല്ല, 3. 2 plus 1 3 ആണല്ലോ. 2 minus 1 1 ആണ്, 2 plus 1 3 ആണ്. അപ്പോൾ ഐഗൻ വാല്യൂസ് ലാംഡ എന്തൊക്കെയാണ്? 1 and 3. 1 and 3 are the ഐഗൻ വാല്യൂസ്. 1 and 3 are the ഐഗൻ വാല്യൂസ്, not 2. 1 and 3 are the ഐഗൻ വാല്യൂസ്. ഇനി ഐഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? എ മെട്രിക്സ് ഓഫ് ഓർഡർ n, ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഓർഡർ n/n മെട്രിക്സ് ആണല്ലോ, അപ്പോൾ ഓർഡർ n ആണ്. എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ഹാസ് n ഐഗൻ വാല്യൂസ്. n ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന് n ലാംഡ വാല്യൂസ് ഐഗൻ വാല്യൂസ് കാരണം സം മേ ബി റിപ്പീറ്റഡ് ഓർ കോംപ്ലക്സ്. ചില ഐഗൻ വാല്യൂ ആവർത്തിക്കും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് മാറാം. ദ സം ഓഫ് ഐഗൻ വാല്യൂസ് ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് മെട്രിക്സ്. ഐഗൻ വാല്യൂസിൻ്റെ സമ്മിനെ നമ്മൾ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയണം.
സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. അത് മെട്രിക്സിൻ്റെ ട്രേസ് എന്നാണ് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ്. ഐഗൻ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ആയിട്ട് മാറും, അതിന് തുല്യമാകും. ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് ആർ ജസ്റ്റ് ദ ഡയഗണൽ എലമെൻറ്റ്സ്. ഒരു ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ഡയഗണൽ എലമെൻ്റാണ്. The eigenvalues of a triangular matrix are just the diagonal elements. Application snapshot. എവിടെയെല്ലാം ഈ ഐഗൻ വാല്യൂസ് മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് അപ്ലൈ ചെയ്യും എന്ന് നോക്കാം. നമ്പർ 1, in differential equations, ഐഗൻ വാല്യൂസ് determine growth or decay. Number 2, in Google page rank, eigenvectors decide ranking. Next, in physics, they define energy levels of a system. Energy levels represent ചെയ്യാനായിട്ട് നമ്മൾ ഐഗൻ വാല്യൂസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ ക്ലാസ്സാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാണ്. വാട്ട് ഈസ് ഐഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ്? ഇവിടെ കഴിഞ്ഞ ക്ലാസ് അല്പം ലെങ്തി ആയിരുന്നു. ഇത് ഒരു ചെറിയ ക്ലാസ്സാണ്. വാട്ട് ഈസ് ഐഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ മെട്രിക്സ്? നമ്പർ 3, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഐഗൻ വാല്യൂ. ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എക്സാമ്പിൾ എഴുതി ചെയ്ത് നോക്കാവുന്നതാണ്. നമ്പർ 4, ഗീവ് ദി പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂവിൻ്റെ ആ പ്രോപ്പർട്ടി, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുക. ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് class. Thank you very much. We continue our topic. Thank you.